മോദിയുടെ ഗ്യാരണ്ടി. മോദി സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്തതെന്നും പറഞ്ഞ് കുറെ വീഡിയോകൾ കറങ്ങുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിഹാസ്യം. മൻമോഹൻ സർക്കാർ 10 കൊല്ലത്തിൽ കേരളത്തിൽ ചെലവഴിച്ചത് 46,000 കോടി രൂപയാണ്. 1.5 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി സർക്കാർ ചെലവഴിച്ചത്. 265% വർധനവ്. എങ്ങനെയാണ് വീഡിയോകൾ കറങ്ങുന്നത്? എന്നാൽ 10 കൊല്ലം മുമ്പ് കൊടുത്തതും ഇപ്പോൾ കൊടുത്തതും കേവല വില പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? GST വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ നികുതി ഘടന മാറിയില്ലേ? സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കുന്നത് ശതമാനക്കണക്കിലാണ് പറയേണ്ടത്. ശതമാനക്കണക്ക് നമുക്കൊന്ന് നോക്കാം. 14ാം ധനകാര്യ കമ്മീഷൻ 2013 മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നിലവിൽ വന്നതാണ്. അതുപ്രകാരം കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടുന്നത് മൊത്തം കേന്ദ്ര ഫണ്ടിൻ്റെ 2.5%. അതുതന്നെ കുറവാണ്. കേരളത്തിൻ്റെ ഇക്കണോമിയും കേരളം കേന്ദ്രത്തിന് കൊടുക്കുന്ന സംഭാവനയും പരിഗണിച്ചാൽ. പിന്നീട് 2020 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ 1.9% കുറയ്ക്കുകയാണ് മോദി ചെയ്തത്. എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ നൽകുന്നതും ഇതിൽ നിന്ന് കുറക്കുന്നു. 16,000 കോടി രൂപയാണ് ഈ ഇനത്തിൽ നമുക്ക് വരുന്ന നഷ്ടം. മാത്രമല്ല GST കോമ്പൻസേഷനായി 43,000 കോടി രൂപ നൽകിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എന്താണ് നിജസ്ഥിതി? നമുക്ക് കിട്ടിയത് കേവലം 25,000 കോടി രൂപയാണ്.